ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമത്തിലാണ് ഇന്നത്തെ എൻ്റെ അത്യാഡംബര പ്രാതൽ. കഥ പറയാം. വിഭവങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങി. നെയ്യ് പുരട്ടിയ നല്ല ഗോതമ്പ് റൊട്ടി, വീട്ടിൽ തന്നെയുണ്ടാക്കിയ ചീസ്, അമ്മിയിലരച്ച മുളകു ചമ്മന്തി, ഉരുളക്കിഴങ്ങ് കറി, പിന്നെ പഴവും പേരക്കയും ഓറഞ്ചും തണ്ണിമത്തനും. ഇത്രമാത്രമാണ് തീൻമേശയിലെ വിഭവങ്ങൾ. പിന്നെ അതെങ്ങനെ അത്യാഡംബരമാവും? അതൊക്കെ പറയാം. ഗഫാർ ഭായ് ഒരു സൽക്കാരപ്രിയൻ കൂടിയാണ്. നിങ്ങളിങ്ങനെ മനസ്സു നിറയെ കഴിക്കുന്നത് കാണണം. അതാണ് എൻ്റെ സന്തോഷമെന്ന് ഇടയ്ക്കിടെ പറയും. ആ സന്തോഷത്തിന് ഒട്ടും കുറവ് വരരുതെന്ന് മിഥിലാജ് സാറിന് പ്രത്യേകം നിർബന്ധമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചട്നിയാണ്. എനിക്ക് ചീസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അതിൻ്റെ ഹോം മെയ്ഡിൻ്റെ എല്ലാ ടേസ്റ്റും ആ ചീസിനുണ്ട്. ഈ പ്രാതലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒട്ടുമിക്ക വിഭവങ്ങളും സ്വന്തം കൃഷിയിടത്തിൽ നിന്നാണ്. സ്വന്തം എരുമകളിൽ നിന്നുള്ള പാലുൽപ്പന്നമാണ് ഈ ചീസ്. നല്ല ചൂട് റൊട്ടി ചെറിയൊരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ ഈ രീതി ഞാൻ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് സുനിൽ. ഞങ്ങൾ ബഗ്ഗയിലെത്തിയാൽ സ്വീകരിക്കാൻ ഗഫാർ ഭായിയോടൊപ്പം പലപ്പോഴും സുനിലും ഉണ്ടാകാറുണ്ട്. മനോഹരമായ ഈ ഗ്രാമീണതയും ശാന്തമായ ഈ അന്തരീക്ഷവും കൂടിച്ചേരുമ്പോഴാണ് ലളിതമായ ഈ പ്രാതൽ അത്യാഡംബരമാവുന്നത്. മിഥിലാജ് സാർ, സംഗതി എങ്ങനെ ഉണ്ടായിരുന്നു? അൽഹംദുലില്ലാ, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. വീണ്ടും കാണാം.